എന്റെ ചോദ്യം ഈ ദേശീയ പതാക മാറ്റി അത് കാവിക്കൊടിയാക്കണം എന്ന ശിവരാജന്റെ നിലപാട് ബിജെപിയുടെ നിലപാടാണ്. അതവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കാൻ പറ്റില്ല സാറേ. നീയാണല്ലോ കോടതി, അതവിടെ നിൽക്കാൻ പറ്റില്ല സാറേ. ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നമാണല്ലോ. സീരിയസ് ആയിട്ട് എടുക്കാൻ അത് നിൽക്കും, അതവിടെ നിൽക്കും. അപ്പൊ നിങ്ങളുടെ മുതിർന്ന നേതാവ് പറയുന്ന തമാശക്ക് പറഞ്ഞ കോമഡി താലിബാൻ കൊലപാതകം പ്രശ്നമല്ല. അല്ല, നിങ്ങൾക്ക് താലിബാൻ മോഡൽ നിങ്ങളുടെ ദേശീയ നേതാവ് RSSന്റെ ആദ്യകാലത്തെ മുൻനിർത്തക്കാരൻ ചർച്ച ചെയ്തോ? താലിബാൻ മോഡൽ കൊലപാതകം കേരളത്തിൽ നടന്നിട്ട് അത് ചർച്ച ചെയ്യാത്ത ചാനലാണ് ന്യൂസ് 24. താലിബാൻ നമ്മുടെ സുഹൃത്തുക്കളാകട്ടോ ഇപ്പോ താലിബാൻ നമ്മുടെ സുഹൃത്തുക്കളാകട്ടോ ഇപ്പോ ഉത്തർപ്രദേശിലെങ്ങാനായിരുന്നെങ്കിൽ എന്റെ ശ്രീ വി പി ഹാഷ്മിങ്ങനെ ഉറഞ്ഞു തുള്ളുമായിരുന്നല്ലോ. താലിബാൻ നമ്മുടെ സുഹൃത്തുക്കളാണ്. താലിബാൻ മോഡൊന്നും പുതിയ കാലത്ത് പറയാൻ പാടില്ല. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തിൽ. കേരളം നേരിടുന്ന പ്രശ്നം, കേരളത്തിൽ പിണറായി വിജയന്റെ നാട്ടിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ താലിബാൻ മോഡൽ കൊലപാതകം, ആത്മഹത്യ, പീഡനം, അതിനുശേഷം ആത്മഹത്യ. ഇപ്പം കേസ് തേച്ചു മാച്ച് കളയാനുള്ള ഓട്ടം നടക്കുക. ഇതൊന്നല്ലാതെ കേരളം നേരിടുന്ന പ്രശ്നം. ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്ത ഭാരതമാതാ മന്ദിരത്തിലെ ഒരു പ്രതിമയെ ഇതേപോലത്തെ ഡിക്റ്റോ ഫോട്ടോസ്റ്റാറ്റ് ആണ് ഗവർണർ വെച്ചിരിക്കുന്നത്, ആണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ താങ്കൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇടക്കാല സർക്കാരിന്റെ വിദേശമന്ത്രിയായിരുന്ന മൗലവി അമീർ ഖാൻ മുത്തക്കിയുമായി നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫോണിൽ സംസാരിച്ചായിരുന്നു. അപ്പൊ നമ്മൾ സൗഹൃദം മെച്ചപ്പെടുത്തുകയാണ്, സൗഹൃദം ദൃഢപ്പെടുത്തുകയാണ് താലിബാനോട്. അതുകൊണ്ട് അങ്ങിപ്പോ അറിയാതെ ഒഴുക്കിൽ പറഞ്ഞു പോയതാണ്. പക്ഷെ നമ്മുടെ നാടിന്റെ സൗഹൃദമാണ്. അപ്പൊ ഇനി താലിബാൻ മോഡലൊന്നും നിങ്ങൾ എവിടെയും പറഞ്ഞാളരുത്. നമ്മുടെ നാട്, നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ BJP സർക്കാർ താലിബാനുമായുള്ള സൗഹൃദം അങ്ങേയറ്റം മെച്ചപ്പെടുത്തി കൊണ്ടുപോവാണ്. അതിനിടയ്ക്ക് അറിയാതെ പറഞ്ഞു പോയതാണ്. ഇനിയിപ്പോ ആവർത്തിക്കല്ലേ, ചിലപ്പോൾ സംഘടനാ നടപടി വരും. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണമെന്ന്? താലിബാനുമായി രാജ്യം ഇപ്പോൾ അസാധ്യ സൗഹൃദത്തിലാണ്. അവിടുത്തെ ഏതോ മുത്തക്കിയുമായി നമ്മുടെ വിദേശകാര്യമന്ത്രി വലിയ ചർച്ചയൊക്കെ നടത്തി. നമ്മുടെ സൗഹൃദ രാഷ്ട്രമാണ് താലിബാൻ. അതുകൊണ്ട് ഇനിയിപ്പോൾ താലിബാൻ മോഡൽ എന്നൊക്കെ അങ്ങനെ അധിക്ഷേപിച്ച് പറയല്ലേ. നമ്മുടെ സുഹൃത്തല്ലേ. ഞാൻ എത്താൻ കേട്ടോ. ശ്രീ ദിനു, ഇന്ത്യയുടെ വിദേശകാര്യ നയമൊന്നും ആലോചിച്ച് ആഷ്മി ബേജാറാവണം. അത് അധിക്ഷേപിക്കാൻ പാടില്ല. നമ്മുടെ സുഹൃത്തുക്കളാ താലിബാൻ. അതുകൊണ്ട് താലിബാൻ മോഡൽ എന്ന് പണ്ട് പറയുന്ന ഒഴുക്കിൽ പറയല്ലേ. മനസ്സിലായില്ലേ? ഓക്കെ, മനസ്സിലായി. നല്ലത്. പിണറായി സംഭവിച്ചതെങ്ങാൻ ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ എന്റെ ഗുരുവായൂരപ്പ ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടേനു ആഷ്മി ഇവിടെ. ഇതൊക്കെ എന്ത്? നമുക്കൊരു ശക്തമായ ഭരണഘടനയുണ്ട്, നമുക്കൊരു ശക്തമായ പതാകയുണ്ട്, നമുക്ക് ശക്തമായ ദേശീയ സിംബലുകളുണ്ട്. അതിന്റെ മോളിൽ കൊണ്ട് ഈ പറഞ്ഞ അഖണ്ഡ ഉടായ്പ കൊണ്ട് വെക്കാവോ VP? അതിന്റെ മോളിൽ കൊണ്ട് ഈ അഖണ്ഡ ഉടായ്പ വെക്കാവോ? താല്പര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ താങ്കൾക്ക് താല്പര്യമില്ല. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിലുള്ള എല്ലാ മതക്കാർക്കും പിന്തുടരാൻ പറ്റുന്ന ഭാരത സങ്കല്പത്തെയും ഉൾക്കൊള്ളാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികളായിട്ടുള്ള ഒരു പറ്റ മനുഷ്യരെങ്കിലും നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ ഇന്ത്യൻ ദേശീയ പതാകയെ അംഗീകരിക്കാൻ വേണ്ടി ആദ്യം തന്നെ പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാൻ വേണ്ടി പഠിക്കണം. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? നേരത്തെ ശ്രീ പത്മനാഭൻ എന്നെ മാരീജൻ എന്നൊക്കെ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. മാരീജനിലൊക്കെ ചെറിയ ലൈറ്റ് വെർഷൻസ് ആണ് നിറം മാറുന്നതിൻ്റെ. എനിക്കൊന്ന് നല്ല ഒന്നാം തരം കുമ്പിടി ഓന്തുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം ഇവർ ഒരിക്കലും അഖണ്ഡ ഭാരത് എന്ന് പറയും, തൊട്ടടുത്ത സമയത്ത് പ്രശ്നമായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ മാപ്പ് വെക്കും. ഇന്ത്യൻ പതാക വെക്കില്ല, കാവ്യ പതാക വെക്കും. പ്രശ്നമായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇന്ത്യൻ പതാക വെക്കും. ഒരു കുമ്പിഡിഫിക്കേഷൻ നമുക്ക് കൃത്യമായി കാണാൻ വേണ്ടി പറ്റും ഇവരുടെ അകത്ത്. RSSും BJPയും ബജ്രംഗ് ദളും ഒക്കെ അടങ്ങുന്ന 100 കണക്കിന് ഹിന്ദുത്വ സംഘടനകൾ ഞങ്ങൾ അതിൻ്റെ ഭാഗമല്ല, ഇതിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിറം മാറിക്കൊണ്ടേയിരിക്കും. അപ്പം മാരീജൻ്റെ ഒക്കെ 100% അടിപൊളിയായിട്ടുള്ള ഉഷാർ കുമ്പിടി ഓന്തുകളാണ് ഇവർ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ. ഇവൻ നല്ല ബെസ്റ്റായിട്ട് ചെയ്യും. ഇവൻ ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാ. എന്താണ് BJP എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. അനിയ ശിവപ്രസാദെ, താങ്കൾ പറഞ്ഞത് സത്യമാണ്. 1925 പിണറായിലെ പാറപ്പുറത്ത് നിങ്ങളും 1925 നാഗപ്പൂരിലെ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ഗ്രൗണ്ടിൽ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. ഞങ്ങൾ എവിടെ എത്തി ശിവപ്രസാദെ? നിങ്ങൾ എവിടെ എത്തി? ചില നേരത്തെ സത്യങ്ങൾ
നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. ശരി ശരി, നമുക്ക് ചരിത്രം സമയമില്ല സാർ. എന്റെ ഉത്തരം ഞാൻ തീരുമാനിക്കും. താങ്കൾ തീരുമാനിക്കുന്നത് നടക്കാത്ത കാര്യം. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ കേട്ടോ? അല്ല, അത് സമയം എനിക്ക് തരൂല. കാരണം ഒന്ന് ഞാൻ പറയുമ്പോഴേക്കും താങ്കൾ തുടങ്ങും. ഈ ചർച്ച തുടങ്ങുമ്പോൾ മുതൽ ഞാൻ പറയുന്ന ഓരോ വാക്കിലും താങ്കൾ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. ദയവ് ഇത് ഇങ്ങനെയാണെങ്കിൽ വിളിക്കരുത്. അല്ല വി പി, ഇന്ന് നമ്മുടെ ഈ ചർച്ചയുടെ പരിസരത്തേ ആയിരുന്നു താങ്കളുടെ മറുപടി. സൗകര്യമുണ്ട്, ചോദ്യം ചോദിക്കാം. അത് ശരിയല്ല, അത് ശരിയല്ല. നമ്മുടെ ഈ ചർച്ചയുടെ പരിസരത്തേ ആയിരുന്നു താങ്കളുടെ ഒരു മറുപടി. തുടങ്ങും. എന്താ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഓക്കെ, നമ്മുടെ സമയം കഴിയുന്നത്. താങ്കൾ CPM മെമ്പർഷിപ്പ് എടുത്തോ? ഇല്ല എടുത്തിട്ടില്ല. നമുക്ക് അതെ, സമയമില്ല, മെമ്പർഷിപ്പ് സമയമില്ല, വേണ്ടാന്ന്. ശരി, ഓക്കെ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ.